ലാലേട്ടൻ നായകനാവുന്ന അതിമനോഹരത്തിന്റെ വമ്പൻ അപ്ഡേറ്റ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ദിലീപ് ചിത്രം നീക്കത്തിന്റെ ടീസർ റിലീസിനൊരുങ്ങുന്നു. ഒപ്പം തന്നെ ഏറ്റവും പുതിയ സിനിമകളുടെ കളക്ഷൻ ഡീറ്റെയിൽസുമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വിസ്മയ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ തുടക്കം എന്ന ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 11,90,00,000 രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 1,54,00,000 രൂപയും, ഓവർസീസിൽ നിന്നും 13,26,00,000 രൂപയും സ്വന്തമാക്കിയ തുടക്കത്തിന്റെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 27,14,00,000 രൂപ. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 15 കോടി രൂപ. ഹോളിവുഡ് ചിത്രം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ റിലീസിനെത്തിയിട്ട് ഇന്ന് 12 ദിവസങ്ങൾ തികഞ്ഞിരിക്കുന്നു. 12 ദിവസത്തെ കേരള കളക്ഷൻ 33,05,00,000 രൂപ. ടോട്ടൽ ഇന്ത്യ കളക്ഷൻ 537,26,00,000 രൂപ. ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ $1.6 ബില്യൺ അഥവാ 15,950 കോടി രൂപ. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 2,100 കോടി രൂപ. ലോകേഷ് കനകരാജൻ നായകനായിട്ടെത്തിയ DC എന്ന ചിത്രം റിലീസിനെത്തിയിട്ട് ഇന്ന് 4 ദിവസങ്ങൾ തികഞ്ഞിരിക്കുന്നു. ഈ 4 ദിവസത്തെ കേരള കളക്ഷൻ 6,30,00,000 രൂപ. തമിഴ്നാട് കളക്ഷൻ 9,96,00,000 രൂപ. ആന്ധ്ര തെലങ്കാന കളക്ഷൻ 8,55,00,000 രൂപ. കർണാടക കളക്ഷൻ 4,16,00,000 രൂപ. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 2,04,00,000 രൂപ. ഓവർസീസ് കളക്ഷൻ 9,45,00,000 രൂപ. എല്ലാ ഏരിയയിൽ നിന്നും മികച്ച രീതിയിലുള്ള കളക്ഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന DCയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 40,14,00,000 രൂപയാണ്. 35 കോടി രൂപ ബഡ്ജറ്റിലാണ് DC ഒരുങ്ങിയിട്ടുള്ളത്. ദളപതി വിജയ് ചിത്രം ജനനായകൻ റിലീസിനെത്തിയിട്ട് ഇന്ന് 19 ദിവസങ്ങൾ തികഞ്ഞിരിക്കുന്നു. 19 ദിവസത്തെ കേരള കളക്ഷൻ 16,34,00,000 രൂപ. തമിഴ്നാട് കളക്ഷൻ 148,29,00,000 രൂപ. 19 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 329,28,00,000 രൂപ. ജനനായകന്റെ ബഡ്ജറ്റ് 400 കോടി രൂപ. കൊറിയൻ കനകരാജു എന്ന തെലുങ്ക് ചിത്രം റിലീസിനെത്തിയ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് ആന്ധ്ര തെലങ്കാനയിൽ നിന്നും 15,78,00,000 രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി 24,36,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 25 കോടി രൂപ. ഹോളിവുഡ് ചിത്രം ദ ഒഡീസി റിലീസിനെത്തിയിട്ട് ഇന്ന് 25 ദിവസങ്ങൾ തികഞ്ഞിരിക്കുന്നു. 25 ദിവസത്തെ കേരള കളക്ഷൻ 12,35,00,000 രൂപ. ടോട്ടൽ ഇന്ത്യ കളക്ഷൻ 223,82,00,000 രൂപ. ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 10,670 കോടി രൂപ. ദ ഒഡീസിയുടെ ബഡ്ജറ്റ് 2,380 കോടി രൂപ. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഫ്രെയിം ഏത് സിനിമയിലെന്ന് ചോദിച്ചിരുന്നു. ഉത്തരം കോ. കൃത്യമായ ഉത്തരം കമന്റ് ചെയ്തവർ ജേക്കബ് ആന്റണി, സ്വാബിർ സബി, അബിയ പോൾസൺ, മൈക്ക് തച്ചേട്ട്, ഡെൽവിൻ ജേക്കബ് തുടങ്ങിയവരാണ്. ശിവകാർത്തികേയനെ നായകനാക്കി ശിവകുമാർ മുരുകേശൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സെയോൺ. ചിത്രത്തിന്റെ 2ാം ഘട്ട ഷൂട്ടിംഗ് വർക്കുകൾക്ക് ഇന്ന് മധുരയിൽ വെച്ച് തുടക്കമായിട്ടുണ്ടെന്ന് ഒരു യൂട്യൂബ് വീഡിയോ മുഖേന മൂവി ടീം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ശിവകാർത്തികേയനൊപ്പം ഭാഗ്യശ്രീ ബോർസെ ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്ന സെയോൺ നിർമ്മിക്കുന്നത് രാജ്കമൽ ഫിലിംസിന് വേണ്ടി കമലഹാസനാണ്. സംഗീതം സന്തോഷ് നാരായണനും. വരുന്ന 2027 പൊങ്കൽ റിലീസായി സെയോൺ തിയേറ്ററുകളിലേക്ക് എത്തും. തുടരും എന്ന സിനിമയ്ക്ക് ശേഷം വിസ്മയ മോഹൻലാൽ അടുത്തതായി അഭിനയിക്കാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിസ്മയക്കൊപ്പം ബേസിൽ ജോസഫാണ് ഈ ചിത്രത്തിൽ നായകനായിട്ടെത്തുക. സംവിധാനം വിശേഷം എന്ന സിനിമയിലൂടെ ഇൻഡസ്ട്രിയിലേക്ക് എത്തിയ സൂരജ് ടോം. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് നിയാസ് മുഹമ്മദും മെജോ ജോസഫും ചേർന്നാണ്. ഉടൻ തന്നെ ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവരും. നിവിൻ പോളിയും അമിതാഭ് ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് ബദൽഹേം കുടുംബ യൂണിറ്റ്. ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ഇല്ലേ ഇല്ല എന്ന് തുടങ്ങുന്ന സെക്കൻഡ് സിംഗിൾ വീഡിയോ ഗാനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിഷ്ണു വിജയുടെ മ്യൂസിക്കിൽ സുഹൈൽ കോയ ലിറിക്സ് എഴുതിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കബിൻ കപിലനാണ്. വരുന്ന ഓഗസ്റ്റ് 21-ാം തീയതി ഓണം റിലീസായി ബദൽഹേം കുടുംബ യൂണിറ്റ് തിയേറ്ററുകളിലേക്ക് എത്തും. വിശാൽ നായകനായി വിശാൽ തന്നെ സംവിധാനം ചെയ്ത് ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മകുടം. ചിത്രത്തിന്റെ സെൻസറിംഗ് വർക്കുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും UA സർട്ടിഫിക്കറ്റ് ലഭ്യമായ മകുടത്തിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 3 മണിക്കൂറും 5 മിനിറ്റും. ഓൾറെഡി മകുടത്തിന്റെ ട്രെയിലർ തന്നെ എനിക്ക് തീരെ പിടിച്ചിരുന്നില്ല. വിശാലിന്റെ തന്നെ മാർക്ക് ആന്റണി സിനിമയുടെ സ്പൂഫ് പോലെയാണ് മകുടത്തിന്റെ ട്രെയിലർ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതി മകുടം തിയേറ്ററുകളിലേക്ക് എത്തും. അക്ഷയ് കുമാർ, സൈഫ് അലി ഖാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ബോളിവുഡ് ത്രില്ലർ സിനിമയാണ് ഹൈവാൻ. 2016-ൽ മലയാളത്തിൽ നിന്നും ലാലേട്ടൻ നായകനായി പുറത്തുവന്ന ഒപ്പം എന്ന സിനിമയുടെ ഒഫീഷ്യൽ റീമേക്കായി വരാനിരിക്കുന്ന ഹൈവാന്റെ ഒഫീഷ്യൽ ടീസർ നാളെ റിലീസിനെത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വരുന്ന സെപ്റ്റംബർ മാസത്തിലാണ് ഹൈവാൻ തിയേറ്ററുകളിലേക്ക് എത്തുക. അമൽ നീരദിന്റെ സംവിധാനത്തിൽ നസ്ലിൻ, ടൊവിനോ തോമസ്, ശ്രീനാഥ് ബാസി, സൗബിൻ ഷാഹിർ, ഷറഫുദ്ദീൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബാച്ചിലർ പാർട്ടി ഡ്യുവക്സ്. 2012-ൽ പുറത്തുവന്ന ബാച്ചിലർ പാർട്ടിയുടെ സ്പിരിച്വൽ സീക്വലായി വരാനിരിക്കുന്ന ഡ്യുവക്സ് വരുന്ന ഒക്ടോബർ 15-ാം തീയതിയായിരുന്നു റിലീസ് തീരുമാനിച്ചിരുന്നത്. ഇപ്പോഴത്തെ ഒക്ടോബർ മാസത്തിൽ നിന്നും നവംബർ 19-ലേക്ക് ചിത്രത്തിന്റെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തെന്ന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ മൂവി ടീം തന്നെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം തമിഴിൽ നിന്നും പാൻ ഇന്ത്യൻ റിലീസായി വരാനിരിക്കുന്ന ജയിലർ 2-നൊപ്പമുള്ള ക്ലാഷ് റിലീസ് ഒഴിവാക്കാനാണ് ഡ്യുവക്സിന്റെ റിലീസ് നവംബർ 19-ലേക്ക് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്.
യാഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് ഉടൻ റിലീസിനെത്താനിരിക്കുന്ന ഒരു കന്നഡ പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് ടോക്സിക്. യാഷിനൊപ്പം നയൻതാര, രുക്മിണി വസന്ത്, കിയാര അഡ്വാനി, സുദേവ് നായർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ടോക്സിക്കിന്റെ കേരള വിതരണാവകാശം പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ടോക്സിക്കിന്റെ പ്രൊമോഷൻ പരിപാടികളുടെ ഭാഗമായി യാഷ് ഉൾപ്പെടുന്ന മൂവി ടീമിലെ അംഗങ്ങൾ കേരളത്തിൽ നേരിട്ടെത്തി ഒരു പ്രീ റിലീസ് ഇവന്റ് നടത്തുവാൻ പ്ലാൻ ചെയ്യുന്നതായും വിവരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. വരുന്ന ഓഗസ്റ്റ് 26 മലയാളം, കന്നഡ, തെലുങ്ക്, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ടോക്സിക് ലോകമെമ്പാടും റിലീസിനെത്തും. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത് വരുന്ന ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഖലീഫ എന്ന ചിത്രത്തിന്റെ ഒന്നിലധികം അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഖലീഫ വരുന്ന ഓഗസ്റ്റ് 20 റിലീസിനെത്തുന്നതെങ്കിൽ USA, കാനഡ പോലുള്ള വിദേശ രാജ്യങ്ങളിൽ ഓഗസ്റ്റ് 19 രാത്രി 11 മണി മുതൽ ചിത്രത്തിന്റെ സ്ക്രീനിംഗ് ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഖലീഫയുടെ സെൻസറിംഗ് വർക്കുകൾ മൂവി ടീം ആരംഭിച്ചുവെന്നും വരും ദിവസങ്ങളിൽ തന്നെ ചിത്രത്തിന്റെ സെൻസർ റിപ്പോർട്ട് പുറത്തുവരുമെന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. സൂര്യയെ നായകനാക്കി വെങ്കി അട്ലൂരി സംവിധാനം ചെയ്ത് ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ഫാമിലി റൊമാന്റിക് ഫീൽ ഗുഡ് സിനിമയാണ് വിശ്വനാഥൻ ആൻഡ് സൺസ്. സൂര്യയ്ക്കൊപ്പം അമിതാഭ് ബൈജു, രവീണ ടണ്ടൻ, രാധിക ശരത് കുമാർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിന്റെ തമിഴ്നാട്ടിലെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. വരുന്ന ഓഗസ്റ്റ് 14 റിലീസിനെത്തുന്ന ചിത്രത്തിന്റെ ആദ്യ ഷോ തമിഴ്നാട്ടിൽ രാവിലെ 9 മണി മുതലാവും ആരംഭിക്കുക. കേരളത്തിൽ രാവിലെ 9:30 മുതൽ വിശ്വനാഥൻ ആൻഡ് സൺസിന്റെ ആദ്യ ഷോയുടെ പ്രദർശനം ആരംഭിക്കുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. റീസെന്റായി മലയാളത്തിൽ നിന്നും തിയേറ്ററുകൾ എത്തിയ ഒരു ഹൊറർ ത്രില്ലർ മിസ്റ്ററി സിനിമയാണ് അരൂപി. പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര അഭിപ്രായങ്ങളാണ് സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. എന്തായാലും അരൂപി ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുന്നു. വരുന്ന ഓഗസ്റ്റ് 14 മുതൽ മനോരമ മാക്സ്, ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ അരൂപി OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ഫഹദ് ഫാസിൽ, സാറ പലേക്കർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശശാങ്ക് ഗെലേറ്റി സംവിധാനം ചെയ്ത് ഉടൻ റിലീസിനെത്താനിരിക്കുന്ന ഒരു മാജിക്കൽ ഫാന്റസി എന്റർടൈൻമെന്റ് സിനിമയാണ് ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ. ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും KQ WOQ എന്ന് തുടങ്ങുന്ന ഫസ്റ്റ് സിംഗിൾ ലിറിക്കൽ വീഡിയോ ഗാനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന സെപ്റ്റംബർ 11 ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ തിയേറ്ററുകളിലേക്ക് എത്തും. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് നീക്കം. ഓൾറെഡി ഈ ചിത്രത്തിന്റെ മദ്രാസ് ഹൈക്കോടതിയിൽ നടന്നുവരുന്ന കേസ് ഒത്തുതീർപ്പാക്കാനുള്ള നടപടികളിലാണ് മൂവി ടീം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇന്നിപ്പോഴത്തെ നീക്കത്തിന്റെ ടീസർ അപ്ഡേറ്റ് മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. നിലവിൽ ടീസറിന്റെ വർക്കുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ടെന്നും 75 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസർ ഉടൻ തന്നെ പുറത്തുവിടുമെന്നുമാണ് അപ്ഡേറ്റിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. മേ ബി വരുന്ന ഓണം നാളുകളിലാവും നീക്കത്തിന്റെ ടീസർ പുറത്തു വരിക. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ജയിലർ 2. 400 കോടി രൂപയോളം ബഡ്ജറ്റിൽ സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ജയിലർ 2വിന്റെ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ തിയേറ്റർ ചാർട്ടിംഗ് വർക്കുകൾ മൂവി ടീം ആരംഭിച്ചതായി ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കേരളത്തിൽ മാത്രം 500-ലധികം സ്ക്രീനുകളിലാണ് റിലീസ് ദിവസം ജയിലർ 2വിനായി ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ എറണാകുളം കവിതാ തിയേറ്ററിലെ ഫാൻ ഷോ ടിക്കറ്റുകളെല്ലാം തന്നെ സിനിമയുടേതായി സോൾഡ് ഔട്ട് ആയിരിക്കുകയാണെന്ന് തിയേറ്റർ അസോസിയേഷനിൽ നിന്നും ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിനേക്കാൾ 10 മടങ്ങ് ട്രെൻഡിംഗിലാണ് ജയിലർ 2വിന്റെ ഫാൻ ഷോ ടിക്കറ്റുകൾ തമിഴ്നാട്ടിൽ സെയിലായി വരുന്നത്. സോ ജയിലർ 2വിന് പോസിറ്റീവ് റെസ്പോൺസ് ലഭിക്കുകയാണെങ്കിൽ മേ ബി തമിഴിലെ ആദ്യ 1000 കോടി കളക്ഷൻ തരുന്ന സിനിമയായി ജയിലർ 2 മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ അതിമനോഹരം. ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ ചിത്രീകരണം ശബരിമലയിൽ വെച്ചാവും നടത്തുകയെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇന്നിപ്പോഴത്തെ അതിമനോഹരത്തിന് ശബരിമലയിൽ വെച്ച് ചിത്രീകരണം നടത്താനുള്ള അനുമതി ദേവസ്വം ബോർഡ് നൽകിയതായി ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കുറച്ചധികം നിബന്ധനകളോടെയാണ് ശബരിമലയിലെ ചിത്രീകരണാനുമതി ദേവസ്വം ബോർഡ് നൽകിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടവ നോക്കുകയാണെങ്കിൽ, ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കുന്നതിന് മുമ്പായി സിനിമയുടെ തിരക്കഥ മുഴുവൻ ദേവസ്വം ബോർഡിന് കൈമാറി ക്ഷേത്രത്തെയോ ക്ഷേത്ര ആചാരങ്ങൾക്കെതിരായോ സിനിമയ്ക്കുള്ളിലെ കണ്ടന്റുകളിൽ തെറ്റായ പരാമർശങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള നിരൂപണത്തിൽ ദേവസ്വം ബോർഡ് എത്തണം. ഒപ്പം തന്നെ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ലാതെ വേണം ഷൂട്ടിംഗ് വർക്കുകൾ നടത്തുവാൻ. ഇതൊക്കെയാണ് ദേവസ്വം ബോർഡിന്റെ മാനദണ്ഡങ്ങൾ. നിലവിലെ ശബരിമല ഭാഗത്തെ മഴയുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിമനോഹരത്തിന്റെ ചിത്രീകരണം ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ലാലേട്ടനോടൊപ്പം മീര ജാസ്മിൻ, ജഗദീഷ്, ഇർഷാദ്, ബിനു പപ്പു തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന അതിമനോഹരം വരുന്ന ഡിസംബർ മാസം 24 തിയേറ്ററുകളിലേക്ക് എത്തുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്രെയിം ഏത് സിനിമയാണെന്ന് അറിയാവുന്നവർ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. കൃത്യമായ ഉത്തരം കമന്റ് ചെയ്യുന്നവരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും.